മക്കളെ, ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അതായത് സയാനി ബുവ എന്ന ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തതാണ്. ഇനി സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും 2 പാർട്ടും കാണണം. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ബുവാജിക്ക് രഹത്തെ യഹ് സംഭവ നഹീത. ബുവാജി ജീവിച്ചിരിക്കുമ്പോൾ, രഹത്തെ പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ, ബുവാജി ജീവിച്ചിരിക്കുമ്പോൾ ഇത് അസാധ്യമായിരുന്നു. സംഭവ നഹീത പറഞ്ഞാൽ അസാധ്യമായിരുന്നു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ, അൻജാനെ ഹി ഉൻകി ഇച്ഛാക്കെ സാമനെ. അൻജാനെ പറഞ്ഞാൽ അറിയാതെ പോലും, ഉൻകി ഇച്ഛാക്കെ സാമനെ അവരുടെ ആഗ്രഹത്തിന് മുന്നിൽ, കിസി ഓർ കി ഇച്ഛ മറ്റാരുടെയും ആഗ്രഹം, ചൽ നഹി സക്തി നടക്കുമായിരുന്നില്ല. ബുവാജിയുടെ തീരുമാനം എന്താണോ അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ബുവാജിയുടെ ആഗ്രഹത്തിന് പുറത്ത് മറ്റൊരാഗ്രഹവും അവിടെ നടക്കുമായിരുന്നില്ല. ഭായി സാഹിബിനെ ഷായദ് സാരി ബാത്ത് ഡോക്ടർ കെ സാമനെ രഖ് ദി. ഭായി സാഹബ് ഷായദ് ഒരു പക്ഷേ ഭായി സാഹബ് ഒരു പക്ഷേ സാരി ബാത്ത് എല്ലാ കാര്യവും ഡോക്ടർക്ക് സാമനെ ഡോക്ടർക്ക് മുമ്പിൽ രഖ്ദി വെച്ചിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ ഭായി സാഹബ് വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാണ് എന്ന കാര്യമൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടാവാം. തബി ഡോക്ടറിനെ കഹാക്കി മാംകാ സാത്ത് രഹ്ന ടീക്ക് നഹി ഹോഗ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതായിരിക്കാം, അമ്മയോടൊപ്പം താമസിക്കുന്നത് ശരിയല്ല എന്ന് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും. बुआजी सुना तो बहुत आनाकानी की, पर डॉक्टर की राय के विरुद्ध जाने का साहस वे कर नहीं सकी. ബുവാജിനെ സുനാത്തോ, ഈ കാര്യം ബുവാജിയെ അറിയിച്ചപ്പോൾ, ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് എന്ന കാര്യം ബുവാജിയെ അറിയിച്ചപ്പോൾ, ബഹുത്ത് ആനാക്കാനിക്ക് വളരെയധികം കേട്ടതായി ഭാവിച്ചതേയില്ല. ആനാക്കാനി പറഞ്ഞാൽ കേട്ടതായി ഭാവിക്കാതിരിക്കുക, കേട്ടിട്ടില്ല എന്ന ഭാവമായിരുന്നു ആ സമയത്ത് ബുവാജിക്ക് ഉണ്ടായിരുന്നത്. पर डॉक्टर की राय के विरुद्ध जाने का साहस वे कर नहीं सकी. പക്ഷേ ഡോക്ടറുടെ റായ് പറഞ്ഞ അഭിപ്രായം, പക്ഷേ ഡോക്ടറുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് എതിരായിട്ട് ചെയ്യാനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനെതിരായിട്ട് ഡോക്ടറുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള ധൈര്യം അവൾക്ക് സംഭരിക്കാൻ കഴിഞ്ഞില്ല. जोर शोर से अन्नू के पहाड़ जाने की तैयारी शुरू हुई. അന്നുവിനെ മലമുകളിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പുകൾ, ജോർ ഷോർ എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ ബഹളം കൂട്ടി ചെയ്യാന്നുള്ള അർത്ഥം, വളരെയധികം തിടുക്കത്തോട് കൂടിയിട്ട് അന്നുവിനെ പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പുകൾ ശുരു ഹുയി ആരംഭിച്ചു. പഹലെ ദോനോ കെ കപ്പടോ കി ലിസ്റ്റ് ബനി. പഹലെ ആദ്യം, ദോനോം കെ രണ്ടുപേരുടെയും, അച്ഛനും മകളും കൂടെയാണല്ലോ പോകുന്നത്, അപ്പോൾ അച്ഛൻ്റെയും മകളുടെയും രണ്ടുപേരുടെയും കപ്പടോ കി വസ്ത്രങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി. ഏതൊക്കെ വസ്ത്രങ്ങൾ എടുത്തു വെക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് ആദ്യം തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഫിർ ജൂത്തോങ്കി പിന്നീട് ചെരുപ്പുകൾ, മോസോങ്കി സോപ്സ് ചെരുപ്പ്, ഷൂവും സോപ്സും, അതുപോലെ തന്നെ ഗരം കപ്പടവും ചൂട് വസ്ത്രങ്ങൾ, ചൂട് നൽകുന്ന വസ്ത്രങ്ങൾ, തണുപ്പകറ്റാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള വസ്ത്രങ്ങൾ, ഓട്ടിനെ ബിച്ചാനൊക്കെ സാമാൻ, പുതയ്ക്കാനും വിരിക്കാനുമുള്ള സാധനങ്ങൾ, ബർത്തനവും പാത്രങ്ങൾ, അതെല്ലാം ബുവാജി എടുത്തു വെച്ചു. ഹർ ചീസ് രഘുത്തെ സമയ, ഓരോ വസ്തുക്കളും രഘുത്തെ സമയ എടുത്തു വെക്കുന്ന സമയത്ത്, വേ ബായി സാഹബ് അവർ ബായി സാഹബിനോട് സഖ്ത് ഹിദായത്ത് കർ ദേത്തി, ശക്തമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. എല്ലാം സാധനങ്ങളും പാക്ക് ചെയ്യുന്ന സമയത്ത് ബുവാജി ബായി സാഹബിനോട് നിർദ്ദേശം വെക്കുന്നുണ്ടായിരുന്നു. എന്താണ് പറയുന്നത്? ഏക് ബി ചീസ് ഗോനി നഹി ചാഹിയേ, ഒരു വസ്തു പോലും നഷ്ടപ്പെടുത്തരുത്. ഞാൻ പാക്ക് ചെയ്ത് തരുന്ന സാധനങ്ങളിൽ ഒരു വസ്തു പോലും നഷ്ടപ്പെടുത്തരുത്. ദേക്കോ യഹ് ഫ്രോക്ക് മത്ത് ഗോ ദേന, നോക്കൂ ഈ ഫ്രോക്ക് നഷ്ടമാക്കരുത്. മത്ത് ഗോന നഷ്ടപ്പെടുത്തുക, മത്ത് ഗോ ദേന അത് നഷ്ടപ്പെടുത്തരുത് ഈ ഫ്രോക്ക്. എന്താ കാരണം? 7 രൂപയെ മേനെ ഇസ്കി സിലായി ദി ഹെ, 7 രൂപയാണ് ഞാൻ ഇതിന് തുന്നൽ കൂലി കൊടുത്തത്, അതുകൊണ്ട് ഒരിക്കലും ഈ ഫ്രോക്ക് നഷ്ടപ്പെടുത്തരുത്.
സിലായി പറഞ്ഞാൽ തുന്നുക. അപ്പൊ തുന്നൽ കൂലിയായിട്ട് 7 രൂപയാണ് ഞാൻ കൊടുത്തത്. യഹ് പ്യാലെ മത്ത് തോടുതേന, അതുപോലെ തന്നെ ഈ പ്യാലെ, ഈ കപ്പുകൾ, പ്യാലെ പറഞ്ഞ കപ്പ്, പ്യാലെ ഈ കപ്പുകൾ മത്ത് തോടുതേന പൊട്ടിക്കരുത്. വർണ്ണ 50 രൂപയേക്കാ സെറ്റ് ബിഗഡ് ജായേക. വർണ്ണ മറിച്ചാണെങ്കിൽ 50 രൂപയേക്ക 50 രൂപയുടെ സെറ്റ് ബിഗഡ് ജായക ചീത്തയായി പോകും. 50 രൂപയുടെ സെറ്റ് തന്നെ പാഴായി പോകും. നിങ്ങൾ ഈ 2 കപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ 50 രൂപയുടെ സെറ്റാണ് പാഴായി പോകുന്നത്. അതുകൊണ്ട് ഈ കപ്പൊന്നും പൊട്ടിച്ചു കളയരുത് എന്നൊക്കെ നിർദ്ദേശം നൽകുകയാണ് സയാനി ബുവ. പ്രത്യേക വസ്തു കി ഹിദായത്ത് കെ ബാദ് വേ അന്നു പർ ആയി. അങ്ങനെയല്ല, പ്രത്യേകരണ ഓരോ വസ്തുക്കളുടെയും നിർദ്ദേശം നൽകിയതിന് ശേഷം അവർ അന്നു പർ ആയി, അന്നുവിന് നേരെയാണ് പിന്നീട് അവർ വന്നത്. വഹ് കിസ് ദിൻ കിസ് സമയ്, അവര് ഏത് ദിവസം, അന്നു ഏത് ദിവസം ഏത് സമയത്ത്, ക്യാ ഗായേഗി എന്തൊക്കെ കഴിക്കണം, ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ കഴിക്കണം, ഏതൊക്കെ സമയത്ത് കഴിക്കണം, കബ് കിത്തന ഗൂമേഗി അവൾ എത്രമാത്രം നടക്കണം, സബ് കുച്ച് നിശ്ചിത് കർദി അതെല്ലാം അവളെ തീർച്ചപ്പെടുത്തി. നീ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി നടക്കാൻ വേണ്ടി ഇറങ്ങണം എന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. आखिर वह क्षण भी आ पहुंचा जब बाई साहब एक नौकर और अन्नू को लेकर चले गए. आखिर അവസാനം വഹ് ക്ഷൺ ബി ആ പഹൂഞ്ച ആ നിമിഷവും വന്നെത്തി. അവസാനം ആ നിമിഷം വന്നെത്തി. ജബ് ബായി സാഹബ് ഏക് നൗക്കർ ഓർ അന്നു കോ ലേക്കർ, എപ്പോഴാണോ ബായി സാഹബ് ഒരു വേലക്കാരനെയും അതുപോലെ തന്നെ നൗക്കർ ഓർ അന്നു ഒരു വേലക്കാരനും അതുപോലെ തന്നെ അന്നുവിനെയും കൂടിയിട്ട് ചലേഗയെ പോവാൻ തുടങ്ങിയത്, അതായത് അവർക്ക് പോവാനുള്ള സമയവും വന്നെത്തി. അന്നുവിനെയും അതുപോലെ തന്നെ ഒരു വേലക്കാരനെയും കൂടെ കൂട്ടിയിട്ട് ബായി സാഹബ് പോവാനുള്ള ആ നിമിഷം വന്നെത്തി. ബുവാജീനെ അന്നു കോ ഗൂബ് പ്യാർ കിയ രോയി ബി, ബുവാജി അന്നുവിനെ ഗൂബ് നന്നായിട്ട് വളരെയധികം പ്യാർ കിയ സ്നേഹിച്ചിരുന്നു. രോയി ബി അതുകൊണ്ട് തന്നെ അവര് കരയാൻ തുടങ്ങി. ആൻറ്റി അനുവിനെ സ്നേഹത്താൽ പൊഴിഞ്ഞു, എന്നിട്ട് കരയുകയും ചെയ്തു. വളരെയധികം സ്നേഹത്തോടെ അവളെ കെട്ടിപ്പിടിച്ചു, അവളെ സ്നേഹിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? കരയാനും തുടങ്ങി. ഉൻക രോന മേരെ ലിയേ നയി ബാത്ത് ദി, ഉൻക അവരുടെ കരച്ചിൽ, ഉൻക രോന അവരുടെ കരച്ചിൽ, മേരെ ലിയേ എനിക്ക്, നയി ബാത്ത് ദി പുതിയ കാര്യമായിരുന്നു. ലേഖകൻ പറയാണ് ആ ബുവാജിയുടെ കരച്ചിൽ എനിക്കൊരു പുതിയ കാര്യമായിരുന്നു. ഉസ് ദിൻ പഹലി ബാർ ലഗാക്കി ഉൻകി ഭയങ്കർ കഠോരധാമേ കഹി കോമളദാ ബി ചിപ്പി ഹെ. ഉസ് ദിൻ ആ ദിവസം, പഹലി ബാർ ആദ്യത്തെ തവണ, ലഗ തോന്നി, എന്തെന്നാൽ എന്താണ് തോന്നിയത്? ഉനിക്ക് ഭയങ്കർ കഠോരധാമേ അവരുടെ ഭയങ്കരമായിട്ടുള്ള ഈ കഠോരതയിലും, കഹിയും കോമളത എവിടെയോ കോമളത ചിപ്പിഹെ ഒളിച്ചു നിൽപ്പുണ്ട്. എന്താണ് തോന്നിയത്? ആ ദിവസം ആദ്യമായിട്ട് അവരുടെ കഠിനമായ കാഠിന്യത്തിന് പിന്നിൽ, ആ വളരെയധികം കഠിനമായിട്ടുള്ളൊരു സ്വഭാവമാണല്ലോ ബുവാജിക്കുള്ളത്. അപ്പോൾ ആ കഠിന ഹൃദയത്തിന് പിന്നിൽ ആർദ്രതയുടെ ഒരു ഹൃദയം കൂടെ ഉണ്ട്. എല്ലാം മനസ്സിലാക്കുന്ന, കോമളമായിട്ടുള്ള, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഒരു ഒളിച്ചിരിപ്പുണ്ട് എന്നത് ആ ദിവസം ലേഖകൻ മനസ്സിലാക്കി. बाई साहब का पत्र रोज आता था जिसमें अन्नू की तबीयत के समाचार रहते थे. ബായി സാഹബിന്റെ കത്ത് റോസ് നിത്യവും വന്നിരുന്നു. അവർ പോയതിന് ശേഷം എല്ലാ ദിവസവും നിത്യവും ബായി സാഹബിന്റെ കത്ത് വരുമായിരുന്നു. ജിന്മേ അന്നു കി തബിയത്ത് കെ സമാചാർ എത്തേതേ, അതിൽ അന്നു കി തബിയത്ത് കെ അന്നുവിൻ്റെ ആരോഗ്യം, അന്നുവിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള വാർത്തയാണ് ഉണ്ടായിരിക്കുക. അന്നുവിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള വാർത്ത എഴുതിയ കത്തുകൾ എല്ലാ ദിവസവും വരാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. बुआजी भी रोज एक पत्र लिखती थी जिसमें अपनी उन मौखिक हिदायतों को लिखित रूप से दोहरा दिया करती थी. बुआजी ഇവിടെ നിന്ന് അങ്ങോട്ട് അവർക്കും കത്തയക്കുമായിരുന്നു. बुआजी भी रोज एक पत्र लिखती थी,
നിത്യവും ഓരോ കത്ത് ബുവാജിയും അയക്കുമായിരുന്നു. ജിസ്മേം അതിൽ അപ്പനി ഉൻ മൗഖിക ഹിദായത്ത്, അവർ പോകുമ്പോൾ പറഞ്ഞു വിട്ട കാര്യങ്ങൾ, മൗഖികരണം വാക്കൊണ്ട് പറഞ്ഞിട്ടില്ല, പറഞ്ഞ കാര്യങ്ങൾ, ഇന്നത് കേടാക്കരുത്, ചീത്തയാക്കരുത്, നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹിദായത്ത് നിർദ്ദേശങ്ങൾ, ലിഖിത് രൂപസേ ദോഹരാ ദിയ കർത്തി ദിയ, ആ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ എഴുതി ഇങ്ങാണ്ട് ഇങ്ങനെ ആവർത്തിച്ചിരുന്നു. പറഞ്ഞ കാര്യം കത്തിലിങ്ങനെ എഴുതിയിട്ട് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുക. സാധനങ്ങൾ കേടുവരുത്തരുത്, പൊട്ടിക്കരുത്, ചീത്തയാക്കരുത് എന്നൊക്കെ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കുന്ന കത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കത്ത് അന്നുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് 2 പേരുടെയും കത്ത് എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബുവാജിയുടെയും അതുപോലെ തന്നെ ബായി സാഹബിൻ്റെയും കത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം നന്നായിട്ടൊന്ന് വായിച്ചു വെക്കണം. करीब 1 महीने के बाद एक दिन बाई साहब का पत्र नहीं आया. കരീബ് 1 മഹീനയ്ക്ക് ബാദ്, ഏകദേശം, കരീബ് പറഞ്ഞ ഏകദേശം, 1 മഹീനയ്ക്ക് ബാദ്, ഒരു മാസത്തിന് ശേഷം, 1 ദിൻ ബായി സാഹബ് കാ പത്ര നിഹിയായ, ഒരു ദിവസം ബായി സാഹബിൻ്റെ കത്ത് വന്നില്ല. എല്ലാ മാസവും കത്ത് വരുന്നതാണ് അല്ലേ, പക്ഷെ ഒരു മാസത്തില് ബായി സാഹബിൻ്റെ കത്ത് വന്നില്ല. ദൂസരേ ദിൻ, അടുത്ത ദിവസം കത്ത് വരും എന്ന് കരുതിയ ദിവസവും വന്നില്ല, അതിൻ്റെ അടുത്ത ദിവസവും വന്നില്ല. ദൂസരേ ദിൻ, രണ്ടാമത്തെ ദിവസവും വന്നില്ല. ബുവാജി ബടി ചിന്തിത് ഹോടി, ബുവാജി വളരെയധികം ചിന്തിതയായി. ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഒന്നും കാണാതെ, കത്ത് കാണാതെ വളരെയധികം ദുഃഖത്തിലായി, ചിന്തയിലായി ആരെ, ബുവാജി. തീസരാ ദിൻ ബി നിഖൽ ഗയ, അങ്ങനെ 3-ാമത്തെ ദിവസവും കടന്നുപോയി. 2 ദിവസം പ്രതീക്ഷയോടെ കാത്തിരുന്നു, ഇന്ന് വരും നാളെ വരും എന്ന് കരുതിയിട്ട് കാത്തിരുന്നു. പക്ഷേ 2 ദിവസവും കത്ത് വന്നില്ല. 3-ാമത്തെ ദിവസവും കത്ത് വരാതെ തന്നെ കടന്നുപോയി. അബ് തോ ബുവാജിക്ക് ചിന്ത കാ പാർ നഹി രഹാ, അപ്പോൾ ബുവാജിയുടെ ചിന്തിക്കുന്നതിന് അതിരുണ്ടായിരുന്നില്ല. വളരെയധികം വിഷമമായി ബുവാജിക്ക്. അവള് ചിന്താ കാ പാർ നഹി രഹാ. അവരുടെ ചിന്തകൾക്ക്, അവരുടെ വിഷമങ്ങൾക്ക് അവസാനമുണ്ടായില്ല. വളരെ എന്തൊക്കെയോ കാര്യങ്ങൾ, ഇങ്ങനെ വിഷമങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. രാത് കോ വേ മേരെ കമരെ മേ ആക്കർ സോയി പർ സാരി രാത്ത് दुस्वप्न देखती रही और रोती रही. रात को वे मेरे कमरे में आकर सोई. രാത്രി അവർ മേരെ കമരമേ, എൻ്റെ മുറിയിൽ, ആക്കർ വന്നിട്ട്, സോയി ഉറങ്ങി, രാത്രിയിൽ അവർ എൻ്റെ മുറിയിൽ വന്ന് ഉറങ്ങി. അവർക്ക് മനസ്സിൽ വളരെയധികം വിഷമമാണ്. മകളെക്കുറിച്ചുള്ള കത്തുകളൊന്നും വന്നിട്ടില്ല. 2-3 ദിവസമായിട്ട് കത്തുകളൊന്നും കാണാതെ വളരെ വിഷമത്തിലായ ബുവാജി രാത്രി ലേഖകൻ്റെ റൂമിൽ വന്നിട്ട് ഉറങ്ങി. ലേഖകൻ അവിടെ പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവൾ ലേഖകൻ്റെ റൂമിൽ വന്നിട്ട് ഉറങ്ങി. പർ സാരി രാത്ത് ദുസ്വപ്ന ദേഖ്നെ രഹി और रोती रही. എല്ലാ ദിവസവും രാത്രി ബുവാജി ദുസ്വപ്നങ്ങൾ കാണുകയും കരയുകയും ചെയ്തിരുന്നു. ബുവാജി രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണും, എന്നിട്ട് കരയും. वे बार बार कहती कि उन्होंने स्वप्न में देखा है कि बाई साहब अकेले चले आ रहे हैं. वे बार बार कहती थी. അവൾ നിരന്തരം പറയുമായിരുന്നു. ബുവാജി ഇങ്ങനെ നിരന്തരം അങ്ങനെ പറയും. എന്താണ് പറയുന്നത്? ഉന്നോനെ സ്വപ്നമേ ദേക്കാ ഹേ, അവർ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ബായി സാഹബ് അകേലേ ചലേ ആ രഹേ, ബായി സാഹബ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുന്നു. ബുവാജി വളരെയധികം വിഷമത്തിലാണല്ലോ, അപ്പോൾ അങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ് ബായി സാഹബ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ബായി സാഹബിൻ്റെ കൂടെ ആരുണ്ട്? അന്നും കൂടെ ഉണ്ടല്ലേ. പക്ഷെ സ്വപ്നത്തിൽ കാണുന്നത് എങ്ങനെയാണ്? ബായി സാഹബ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുന്നു. അന്നു സാത്ത് നഹിഹെ, അന്നു കൂടെ ഇല്ല. ആ റുൻകി ആങ്കേം ലാൽ ഹേ, അയാളുടെ കണ്ണുകൾ എങ്ങനെയാണ്? ചുമന്നു തുടുത്തിട്ടുണ്ട് കണ്ണുകളൊക്കെ. അന്നു ആണെങ്കിൽ കൂടെ ഇല്ല. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണ് ആർക്കുള്ളത്? ബായി സാഹബിനുള്ളത്. ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുന്നു. അങ്ങനെയൊക്കെയുള്ള ദുസ്വപ്നങ്ങൾ ഇങ്ങനെ ബുവാജി കാണാൻ തുടങ്ങി. മേ തരഹ് തരഹ് സേ ഉന്നെ ആശ്വാസൻ ദേത്തി പർ ബസ് വേ തോ കുച്ച് സുൻ നഹി രഹി തി. മേൻ തരഹ് ഞാൻ വളരെയധികം പല വിധത്തിലും, തരഹ് പറഞ്ഞാൽ പലതരത്തിലും ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു.
പക്ഷേ അവർ കേട്ടില്ല. ഞാൻ എങ്ങനെയൊക്കെയോ പല വിധത്തിലും അതങ്ങനെയൊന്നുമല്ല തോന്നിയതാണ്, പല കാര്യങ്ങളും പറഞ്ഞിട്ട് പലതരത്തിലും അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവരതൊന്നും കേട്ടില്ല. സുന്നഹി രഹി, അതൊന്നും അവർ കേട്ടില്ല. തബി നൗക്കറിനെ ബായി സാഹിബ് കാ പത്ര ലാക്കർ ദിയ. തബി, അപ്പോഴേക്കും നൗക്കർ, വേലക്കാരൻ, ബായി സാഹിബ് കാ പത്ര, ബായി സാഹിബിന്റെ കത്തും കൊണ്ടുവന്നു. ബഡി വ്യഗ്രത സേ കാമ്പത്തെ ഹാത്തോം സേ ഉനോനെ ഉസേ ഗോല ഓർ പഠനെ ലഗി. വളരെയധികം വ്യഗ്രതയോടുകൂടിയും വളരെയധികം തിടുക്കത്തോടു കൂടിയിട്ട് കാമ്പത്തെ ഹാത്തോം സേ, വിറയ്ക്കുന്ന കൈകളോടെ, ഉനോനെ ഉസേ ഗോല, അവർ അത് തുറന്നു, ആ കത്ത് തുറന്നു. ഓർ പഠനേലേകി, എന്നിട്ട് വായിക്കാൻ തുടങ്ങി. എക്കായക്ക് പത്ര ഫേങ്ക് കർ സർ പീട്ട് ബുവാജി ചീക്ക് കർ രോപടി. എക്കായക്ക് പറഞ്ഞാൽ പെട്ടെന്ന്, പത്ര ഫേങ്ക് കർ, കത്ത് വലിച്ചെറിഞ്ഞിട്ട്, ഫേങ്ക് എന്ന് പറഞ്ഞാൽ വലിച്ചെറിയ, പെട്ടെന്ന് കത്ത് വലിച്ചെറിഞ്ഞിട്ട്, സർ പീട്ട് കർ, തലയ്ക്കടിച്ചുകൊണ്ട്, ബുവാജി ചീക്ക് കർ രോപടി, ബുവാജി ചീക്കിനാണ് അലറുക, അലറിക്കരയാൻ തുടങ്ങി. രോപടി, അവര് പെട്ടെന്ന് തന്നെ കത്ത് വലിച്ചെറിഞ്ഞിട്ട് തലയ്ക്ക് തല്ലിക്കൊണ്ട് ഉറക്ക കരയാൻ തുടങ്ങി, അലറിക്കരയാൻ തുടങ്ങി. मैं देख रह गई आंखों के आग अन्नू की बोली सी तस्वीर घूम रही. ഞാനാകെ സ്തബ്ധനായി പോയി. ലേഖകനാകെ സ്തബ്ധനായി. ആങ്കോं के आगे अन्नू की बोली सी तस्वीर घूम गई. കണ്ണുകൾക്ക് മുന്നിൽ അന്നു കി ബോലി സി തസ്വീർ, അന്നുവിന്റെ നിഷ്കളങ്കമായ ചിത്രം, ഗൂം രഹി, കറങ്ങാൻ തുടങ്ങി. ആ ലേഖകന്റെ കണ്ണിന് മുമ്പില് അന്നുവിന്റെ നിഷ്കളങ്കമായ മുഖം അങ്ങനെ കറങ്ങാൻ തുടങ്ങി. അന്നുവിന് എന്ത് സംഭവിച്ചു? എന്താണ് ഇപ്പൊ ആന്റി ഇങ്ങനെ കരയുന്നത്? എന്താണ് അന്നുവിന് സംഭവിച്ചത്? ഒന്നും മനസ്സിലാവാതെ ലേഖകൻ ആകെ വിഷമത്തിലായി. ലേഖകന്റെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ അന്നുവിന്റെ ചിത്രം ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. तो क्या अब अन्नू सचमुच ही संसार में नहीं है? എന്താ ഇപ്പോൾ അന്നു യഥാർത്ഥത്തിൽ ലോകത്ത് ജീവിച്ചിരിപ്പില്ലേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ലേഖകൻ ചിന്തിക്കുകയാണ്. അന്നു ജീവിച്ചിരിപ്പില്ലേ, എന്തു പറ്റി, അവൾക്ക് എന്തു പറ്റി എന്ന് ലേഖകൻ ചിന്തിക്കുന്നു. മേനെ സാഹസ് കർക്കെ ബായി സാഹബ് കാ പത്ര ഉടായ ലിഖാദ. മേനെ സാഹസ് കർക്കെ, ഞാൻ ധൈര്യം സംഭരിച്ച്, സാഹസ് പറഞ്ഞ ധൈര്യം, ഞാൻ ധൈര്യം സംഭരിച്ച്, ബായി സാഹബ് കാ പത്ര, ബായി സാഹബിന്റെ കത്ത്, ഉടായ എടുത്തു, ലിഖാദ എഴുതിയിട്ടുണ്ടായിരുന്നു, ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കത്തിലെഴുതിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രിയ സയാനി സമജ് മേ നഹി ആത്ത കിസ് പ്രകാർ തുമേഹ് പത്ര ലിഖോ. ഈ കത്ത് എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. സമജ് മേ നഹി ആത്ത പറഞ്ഞാൽ അറിയില്ല, എനിക്കറിയില്ല ഈ കത്ത് എങ്ങനെയാണ് ഞാൻ എഴുതേണ്ടത്, എപ്രകാരത്തിൽ ഞാൻ ഈ കാര്യം നിന്നെ എഴുതി അറിയിക്കും എന്ന് എനിക്ക് അറിയുകയില്ല. കിസ് മോഹ് സേ തുമേ ഏക് ദുഃഖദ് സമാചാർ സുനാവോം. എങ്ങനെ, ഏത് മുഖത്തോടു കൂടി ഞാൻ നിന്നോട് ഈ ദുഃഖകരമായിട്ടുള്ള സമാചാർ സുനാവും, സമാചാർ വാർത്ത ഞാൻ നിന്നെ കേൾപ്പിക്കും, ഈ ദുഃഖകരമായ വാർത്ത ഞാൻ നിന്നെ എങ്ങനെ കേൾപ്പിക്കും എന്ന് എനിക്ക് അറിയുകയില്ല. ഫിർ ബി റാണി, എങ്കിലും റാണി, തും ഇസ് ചോട്ട് കോ ധൈര്യപൂർവക സഹിലേന, നീ ഈ ചോട്ട്, മുറിവ് ധൈര്യത്തോടുകൂടി സഹിക്കണം. എന്തു തന്നെ ആയിരുന്നാലും നീ എന്ത് ചെയ്യണം? ഈ എഴുതുന്ന കാര്യം, ഈ കത്തിലൊരു വിഷമകരമായിട്ടുള്ള കാര്യം എഴുതുന്നുണ്ട്, അത് നീ സഹിക്കണം, ധൈര്യത്തോടു കൂടി നീ അത് സഹിക്കണം, സഹിച്ചേ പറ്റൂ. യഹ് സംസാർ നശ്വർ ഹെ, ഈ ലോകം നശ്വരമാണ്, നശിക്കുന്നതാണ്, ഈ ലോകം നശ്വരമാണ്. ജോ ബനാ ഹേ വഹ് ഏക് ന ഏക് ദിൻ മിട്ടേഗാ ഹി. എന്താണോ ഇവിടെ നിർമ്മിതമായിട്ടുള്ളത് അതെല്ലാം ഒരു ദിവസമല്ലെങ്കിൽ മറ്റൊരു ദിവസം നശിക്കും, എല്ലാം നശ്വരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എന്ത് സാധനമാണെങ്കിലും, ആരായിരുന്നാലും, മനുഷ്യരായിരുന്നാലും, വസ്തുക്കളായിരുന്നാലും, എന്തു തന്നെയായിരുന്നാലും എന്താണ്, ഒരു ദിവസം അത് നശിക്കും. तुम्हारी इतनी हिदायतों के और अपनी सारी सतर्कता के बावजूद मैं उसे नहीं बचा सका. നിന്റെ ഇത്രയും നിർദ്ദേശങ്ങൾക്കും അതുപോലെ തന്നെ അപ്പനീ സാരി, എൻ്റെ എല്ലാ സതർക്കത പറഞ്ഞ ജാഗ്രത, എൻ്റെ എല്ലാ ജാഗ്രതയും ഉണ്ടായിരുന്നിട്ടും, ബാവജൂദമേം, എൻ്റെ എല്ലാ ജാഗ്രതയും ഉണ്ടായിരുന്നിട്ടും എന്നുള്ള അർത്ഥം, എല്ലാ ജാഗ്രതയും ഉണ്ടായിരുന്നിട്ടും മേ ഉസേ നഹീം ബജാ സക, എനിക്ക് അതിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല.
ഇസേ അപ്പനെ ദുർഭാഗ്യക്കെ അതിരിക്ത് ആർ ക്യാ കഹൂം. ഇത് സ്വന്തം ദുർഭാഗ്യം, ഇതെൻ്റെ സ്വന്തം ദുർഭാഗ്യക്ക് അതിരിക്ത്, ദുർഭാഗ്യമല്ലാതെ പിന്നെ എന്ത് പറയാൻ, ഇതെൻ്റെ ദുർഭാഗ്യം കൊണ്ട് സംഭവിച്ചു, എൻ്റെ നിർഭാഗ്യം എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെ വിളിക്കാൻ കഴിയുക. യഹ് സബ് കുച്ച് മേരെ ഹി ഹാത്തോം ഹോനാദ. ഇതെല്ലാം എൻ്റെ സ്വന്തം കൈകൊണ്ട് സംഭവിച്ചതാണ്, സംഭവിക്കേണ്ടതായിരുന്നു. ഹാത്തോം ഹോനാദ. आंसू भरी आंखों के कारण शब्दों का रूप अस्पष्ट से अस्पष्ट होता जा रहा था और मेरे हाथ कांप रहे थे. मेरी आंखें शब्दों को पार करती हुई पत्र के अंतिम हिस्से पर जा पड़ी. धैर्यपूर्वक रघुना रानी जो कुछ हुआ उसे सहने की और भूलने की कोशिश करना. അങ്ങനെ ലേഖകനാണ് ഈ എഴുത്ത് വായിക്കുന്നത് അല്ലേ. അപ്പോൾ ആംസു ബെരി ആങ്കോം കെ കാരൺ, ലേഖകനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആംസു ബെരി ആങ്കോം കെ കാരൺ, കണ്ണുകളിൽ ആകെ കണ്ണുനീര് നിറഞ്ഞിരിക്കുന്നത് കാരണത്താൽ. ശബ്ദോം കാ രൂപ്, ഈ ഇതിലെഴുതിയിരിക്കുന്ന വാക്കുകളുടെ രൂപം സ്പഷ്ട സേ അസ്പഷ്ട ഹോത്തേ ജാര. സ്പഷ്ടമാവാതിരിക്കുക, വ്യക്തമായിട്ട് കാണാതിരിക്കാൻ തുടങ്ങി. ലേഖകൻ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ലേഖകന് അന്നുവിന് എന്തോ സംഭവിച്ചു എന്ന് കരുതിയിട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ ലേഖകൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് അതിലെഴുതിയിരിക്കുന്ന വാക്കുകളൊന്നും സ്പഷ്ടമായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അവർ മേരെ ഹാത്ത് കാമ്പ് രഹേദേ, എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലേഖകൻ ആ കത്തിങ്ങനെ പിടിച്ചിങ്ങനെ വായിക്കുകയാണ്. ലേഖകൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. മേരി ആംഖേം ശബ്ദോം കോ പാർ കർത്തി ഹുയി പത്രക്കെ അന്തിം ഹിസ്സെ, എൻ്റെ കണ്ണുകൾ ശബ്ദങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പത്രിക അന്തിം ഹിസ്സെ, ആ കത്തിൻ്റെ അവസാന ഭാഗം പർ ജാ പടി, വേഗം ഇങ്ങനെ വരികൾ ഇങ്ങനെ നോക്കി അവസാന ഭാഗത്തിലേക്ക് ലേഖനെത്തി. അവസാന ഭാഗം വായിച്ചു നോക്കുകയാണ്. ധൈര്യരഘ്ന റാണി, അവസാന ഭാഗത്തിൽ എഴുതിയത് എന്താണ്? ധൈര്യരഘ്ന റാണി ജോ കുച്ച് ഹുവാ ഉസേ സഹനേക്കി ഓർ ഭൂൽനേക്കി കോശിഷ് കർണ. എന്താണ്? ധൈര്യം സംഭരിക്കൂ റാണി. ജോ കുച്ച് ഹുവാ ഉസേ സഹനേക്കി ഓർ ഭൂൽനേക്കി കോശിഷ് കർണ, എന്താണോ സംഭവിച്ചത് അതിനെ, ജോ കുച്ച് ഹുവ എന്താണോ ഉണ്ടായത്, എന്താണോ സംഭവിച്ചത്, ഉസേ സഹനേക്കി അത് സഹിക്കാനും, ആർ ഭൂൽനേക്കി മറക്കാനും, കോശിഷ് കർണ ശ്രമിക്കുക, സംഭവിച്ചതിനെ സഹിക്കാനും മറക്കാനും വേണ്ടി നീ ശ്രമിക്കുക. कल 4 बजे तुम्हारे 50 रुपये वाले सेट के दोनों प्याले मेरे हाथ से गिरकर टूट गए. എന്താണ് എഴുതുന്ന കാര്യം? കൽ 4 ബജെ, ഇന്നലെ 4 മണിക്ക്, തുമാരെ 50 രൂപയെ വാലെ സെറ്റിക്ക്, നിന്റെ 50 രൂപയുടെ സെറ്റിൻ്റെ, ദോനോ പ്യാലെ 2 കപ്പും, മേരെ ഹാത്തസെ എൻ്റെ കയ്യിൽ നിന്ന്, ഗിർക്കർ വീണ്, ടൂട്ടുകയെ വീണ് പൊട്ടിപ്പോയി. അതാണ് കാര്യം. ഇവളെന്താ കരുതിയത്? അന്നൂനെന്തോ സംഭവിച്ചു എന്ന് വിചാരിച്ചില്ലേ? അത്രയും വിശദമായിട്ടും വിശാലമായിട്ടാണ് എഴുതിയത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും കത്ത് വായിക്കുമ്പോൾ വിചാരിക്കുക എന്താണ്? അന്നൂനെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിചാരിക്കുക അല്ലേ? അപ്പം എന്താണ് സംഭവിച്ചത്? ബായ് സാഹബിൻ്റെ കയ്യിൽ നിന്നും ബുവാജി വളരെയധികം നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട്, ഹിദായത്തൊക്കെ നൽകിയിട്ട് കൊടുത്ത കപ്പുണ്ടല്ലോ, 2 കപ്പ് പൊട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ആ 2 കപ്പ് ബായി സാഹബിൻ്റെ കയ്യിൽ നിന്നും താഴെ വീണ് പൊട്ടിപ്പോയി. അതാണ് കാര്യം. അന്നു അച്ചി ഹേ, അന്നു സുഖമായിട്ടിരിക്കുന്നു. ശീഘ്രഹി ഹം രവാന ഹോനെ വാലേ ഹേ, പെട്ടെന്ന് തന്നെ ഞങ്ങൾ മടങ്ങി വരുന്നുണ്ട്. അതാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. 1 മിനിറ്റ് തക്ക് മേം हदबुद्धि सी गड़ी रही, समझ ही नहीं पाई यह क्या से क्या हो गया है. 1 മിനിറ്റ്, 1 മിനിറ്റ് വരെ, 1 മിനിറ്റ് സമയത്തേക്ക് ഞാൻ ഹദ്ബുദ്ധി സീഗടി, ഞാനാകെ ഒരു മന്ദബുദ്ധി പോലെ പോയി. കുറച്ച് സമയത്തേക്ക് ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിന്നു. സമജ് ഹി നെഹി പായി, എനിക്ക് മനസ്സിലായില്ല. യഹ് ക്യാസേ ക്യാ ഹോ ഗയാ, ഇത് ഈ കത്ത് ഇവിടെ നിന്ന് എവിടേക്കാണ് പോയത്, ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ എഴുതിയത്, അവർ ചിന്തിച്ചതൊന്നും അതിൽ എഴുതിയിരിക്കുന്ന കാര്യം മറ്റൊന്നും അല്ലേ. അപ്പം എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഞാൻ 1 മിനിറ്റ് സ്തംഭിച്ചു പോയി.
ജോം ഹി കുച്ച് സമജി മേ സോർ സേ ഹസ് പടി. ജോം ഹി കുച്ച് സമജി, എന്താണോ എനിക്ക് മനസ്സിലായത്, പെട്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായപ്പോൾ മേ സോർ സേ ഹസ് പടി, ഞാൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കിസ് പ്രകാർ മേനെ ബുവാജി കോ സത്യ സേ അവഗത് കരായ വഹ് സബ് മേ കോശിഷ് കർക്കെ ബി നഹി ലിഖ് സകൂംഗി. കിസ് പ്രകാരം, അപ്പൊ കാര്യം മനസ്സിലായപ്പോൾ എന്താണ്, ലേഖനം ചിരിക്കാൻ തുടങ്ങി, ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ അമ്മായിയെ സത്യം ബോധ്യപ്പെടുത്തിയത് എങ്ങനെയെന്ന് എത്ര ശ്രമിച്ചിട്ടും അവൾ പറഞ്ഞതെല്ലാം എനിക്ക് എഴുതി വെക്കാൻ കഴിഞ്ഞില്ല. കിസ് പ്രകാർ മേനെ ബുവാജിക്കോ സത്യസേ അവഗത് കരായ വഹ് സബ് മേ കോശിഷ് കർക്കെ ബി നഹി ലിഖ് സകോഗി. അതായത് ലേഖകൻ നമുക്ക് വേണ്ടി എഴുതുന്നതാണല്ലോ ഇത്. ലേഖകൻ എഴുതുന്ന സയാനി ബുവനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ലേഖകൻ പറയാണ്, ഏത് പ്രകാരത്തിലാണ് ഞാൻ ആ ബുവാജിയെ, അമ്മായിയെ സത്യം ബോധ്യപ്പെടുത്തിയത് എന്ന്. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കത് എഴുതാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്തത്, എങ്ങനെയാണ് ഞാൻ അവരെ അത് ബോധ്യപ്പെടുത്തിയത് എന്ന ആ ഒരു സമയം നമുക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ലേഖകൻ അത് ഇവിടെ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. വഹ് സബ് കോശിഷ് കർക്കെ ബി നഹി ലിഖ് സകോംഗി, എത്ര ശ്രമിച്ചിട്ടും ഞാൻ ആ സമയത്ത് എന്തൊക്കെ ചെയ്താണ് അവരെ ബോധ്യപ്പെടുത്തിയത് എന്ന കാര്യം എനിക്ക് എവിടെ എഴുതി നിങ്ങൾക്ക് മുമ്പിൽ എഴുതിയിട്ട് അതെന്തായിരുന്നു എന്ന് എഴുതി ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല. കോശിഷ് കർക്കെ ബി നഹി ലിഖ് സകോംഗി, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അത് എഴുതി നിങ്ങൾക്ക് മുമ്പിൽ എഴുതി ഫലിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. पर वास्तविकता जानकर बुआजी भी रोते रोते हंस पड़ी. പക്ഷേ വാസ്തവികത ജാൻകർ, യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ, ബുവാജി ബി, അമ്മായിയും രോത്തെ രോത്തെ ഹസ്പടി, കരഞ്ഞുകൊണ്ടിരുന്ന അമ്മായി എന്ത് ചെയ്തു, രോത്തെ രോത്തെ ഹസ്പടി, കരഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. കരഞ്ഞ അമ്മായി കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആ കണ്ണീരോടെ പൊട്ടിച്ചിരിക്കുകയാണ് ആര്, बुआजी ले. 5 आने की सुराही तोड़ देने पर नौकर को बुरी तरह पीटने वाली बुआजी 50 रुपये वाले सेट के प्याले टूट जाने पर भी हंस रही थी, मानो उन्हें स्वर्ग की निधि मिल गई हो. അങ്ങനെ ബുവാജി എന്താ ചെയ്യുന്നത്, കണ്ണീരോടെ ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. 5 അണയുടെ കുടം പൊട്ടിച്ചതിന് തൻ്റെ വേലക്കാരനെ ക്രൂരമായി മർദ്ദിച്ച അമ്മായി ഇപ്പോൾ 50 രൂപയുടെ കപ്പ് പൊട്ടിയതിന് ശേഷവും ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു നിധി കണ്ടെത്തിയതുപോലെയായിരുന്നു അവരുടെ ചിരി. സ്വർഗത്തിൽ നിന്ന് നിധി കിട്ടിയതുപോലെ അവര് വളരെയധികം സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. 5 അണയ്ക്ക്, 5 അണയെ പറഞ്ഞാൽ 5 അണയുടെ, സുരാഹി പറഞ്ഞാൽ കൂജ, തോട് ദേനേപ്പർ പൊട്ടിയപ്പോൾ, നൗക്കർക്കോ വേലക്കാരനെ, ബുരി തര വളരെയധികം ക്രൂരമായിട്ട് മർദ്ദിച്ച, പീഡന മർദ്ദിക്കുക, അടിക്കുക, ഇടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവൻ ക്രൂരമായി മർദ്ദിച്ച ബുവാജി 50 രൂപയെ വാലെ 50 രൂപയുടെ സെറ്റ്, 50 രൂപയുടെ സെറ്റിലെ പ്യാലെ കപ്പ് ടൂട്ട് ജാനെ പർബി പൊട്ടിയിട്ട് കൂടി ഹസ് രഹീതി ചിരിക്കുന്നു, മാനോ തോന്നും, ഉനേ സ്വർഗക്ക് നിധി മിൽ ഗയിഹോ അവർക്ക് സ്വർഗത്തിൽ നിന്നും നിധി ലഭിച്ചോ എന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന രീതിയിലായിരുന്നു അവരുടെ ചിരി. അപ്പം എന്താണ് അവർ കരുതിയത്, എന്താണ്, അന്നുവിനെന്തോ സംഭവിച്ചു എന്നാണ് കരുതിയത് അല്ലേ. കത്ത് മുഴുവൻ ആര് വായിച്ചിട്ടില്ല, ബുവാജി വായിച്ചിട്ടില്ല. പകുതി വായിച്ചപ്പോൾ തന്നെ എന്തോ സംഭവിച്ചു, അന്നുവിനെന്തോ സംഭവിച്ചിട്ടുണ്ടാകും എന്നവർ ചിന്തിക്കുകയും കത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഉറക്കെ കരയുകയാണ് ചെയ്തത് അല്ലേ. ലേഖകനാണ് ആ കത്തെടുത്തിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയത്. ലേഖകനും കരുതിയത് അന്നുവിന് എന്തോ സംഭവിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ലേഖകൻ്റെ കണ്ണുകളും നിറഞ്ഞു, വാക്കുകളൊന്നും ലേഖകന് കാണുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ലേഖകൻ ആ കത്ത് മുഴുവനായിട്ട് വായിച്ചു. അവസാനമാണ് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായത്. ആ കാര്യം ലേഖകൻ അമ്മായിയെ വളരെയധികം പരിശ്രമിച്ചിട്ട് നടന്ന കാര്യം എന്താണ് എന്ന് അമ്മായിയെ അറിയിക്കുകയും സത്യമറിഞ്ഞ അമ്മായി കണ്ണീരോടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. സ്വർഗത്തിൽ നിന്നും നിധി ലഭിച്ചതുപോലെയായിരുന്നു അവരുടെ ആ ഒരു സന്തോഷം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ ഈ സയാനി ബുവ എന്ന ചാപ്റ്റർ ഉള്ളത്. എല്ലാവരും അത് നന്നായിട്ട് വായിച്ച് പഠിക്കണം. കുറച്ച് വലിയ ചാപ്റ്ററാണ്.
നന്നായിട്ട് തന്നെ വായിക്കുക. മന്നു ഭണ്ഡാരി എഴുതിയിട്ടുള്ള കഹാനിയാണ് സയാനി ബുവ. ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് പഠിക്കണം, മീനിങ് ഒക്കെ പഠിക്കണം, 1 വേർഡ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് പഠിക്കുക. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. 2 പാർട്ടാണുള്ളത്, 2 പാർട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോൾ അഭിപ്രായം എഴുതുന്നതിൽ ഒരു കുറവ് കാണുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. എന്ത് തന്നെയായിരുന്നാലും എഴുതുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. 1 വേർഡ് വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇതിലേതെങ്കിലും കത്തോ ഡയറിയോ എന്താണോ നിങ്ങൾക്ക് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ളത്, ടിപ്പണി, ചരിത്രചിത്രൻ, അങ്ങനെ പല കാര്യങ്ങളും അല്ലേ, ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണോ, സ്കൂളിൽ നിന്ന് നിങ്ങളോട് എന്താണോ എഴുതാൻ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, ഷെയർ എല്ലാം നിങ്ങൾ ചെയ്യണം. ക്ലാസ് ഫുള്ളായിട്ട് കാണണം. ഓക്കെ.